ശക്തിപീഠങ്ങളുടെ തുടക്കം എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ദക്ഷയാഗം നടന്ന സ്ഥലത്താണ്. ഒന്ന് കണ്ടിട്ട് അപ്പോൾ നമുക്ക് ഭഗവാന്റെ സന്നിധിയിൽ എത്താനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ആ വീഡിയോ മൊത്തത്തിലൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ എവിടെയെന്നല്ലേ, കൊട്ടിയൂരാണ് കേട്ടോ. എന്തായാലും എല്ലാവരും പോയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. പോയവരൊക്കെ ഒന്ന് കമൻ്റ് ഇടുക. പിന്നെ അങ്ങനെ ഇന്ന് നമ്മൾ കൊട്ടിയൂർ യാത്ര വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പം നമുക്ക് പോവല്ലേ ഭഗവാന്റെ അടുത്തേക്ക് വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൊട്ടിയൂർ യാത്ര. പോകുന്ന വഴിക്കുള്ള വീഡിയോസൊന്നും എടുത്തിട്ടില്ല, കാരണം രാത്രിയല്ലേ, എല്ലാവരും സൈലൻ്റായി കിടന്നു. അങ്ങനെ നമ്മളിതാ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രഷ് ആവണം. അതിന് നമ്മൾ പുണ്യനദിയിൽ നിന്ന് മുങ്ങി കുളിച്ച് ചന്ദനക്കുറി കാണിഞ്ഞിട്ട് നമുക്ക് വരിയിൽ നിൽക്കണ്ടേ. അപ്പോൾ ഭഗവാനെ കാണാനുള്ള ഓട്ടത്തിലെല്ലാവരും തണുപ്പും കാര്യങ്ങളൊക്കെ മറന്നിട്ടാണ് കേട്ടോ ഈ ഓട്. നല്ല തണുപ്പുണ്ട്. ഒന്ന് മുങ്ങി കുളിച്ചിട്ട് ചന്ദനക്കുറി കാണിഞ്ഞിട്ട് വേണം ആ ക്യൂവിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കാൻ. അപ്പം നമ്മളിതാ മുങ്ങിയിട്ട് കല്ലെടുത്ത് ഉരച്ച് ഭസ്മക്കുറി ഇടാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ എനിക്ക് കിട്ടിയത് ചന്ദനാണ് കേട്ടോ. കൂടെ നിൽക്കുന്നവർക്ക് ഭസ്മം കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് തീർത്ഥത്തിൽ മുങ്ങിയതിന് ശേഷം നമ്മൾ കല്ലെടുത്ത് ഉരച്ച് ചന്ദനക്കുറി ഇട്ടിട്ട് ഈ നിൽക്കുന്ന ഞങ്ങൾക്ക് 3 പേർക്ക് 3 തരത്തിലാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഉരച്ചതിന് ശേഷം ഭസ്മവും ചന്ദനവും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വരിയിലേക്ക് നിൽക്കാൻ പോവാം. അങ്ങനെ ഈ വർഷം കൊട്ടിയൂർ കാണാനുള്ള ഒരു ഭാഗ്യം ഭഗവാൻ തന്നതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് മുന്നിലേക്കും ആ വീഡിയോ എത്തിക്കാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷമുണ്ട് മനസ്സിൽ. അത് നിങ്ങൾക്ക് കാണാമായിരിക്കാം എൻ്റെ മുഖത്ത്. അത്രയും ഭഗവാനോട് പ്രാർത്ഥിച്ച് ആ വരിയിൽ ഞങ്ങൾ 5-6 മണിക്കൂർ ചിലവഴിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഭഗവാനെ കാണാനുള്ള ഭക്തരെ കാണാം. അപ്പം ഞങ്ങൾ ചന്ദനക്കുറിയൊക്കെ ഇട്ടതിന് ശേഷം നേരെ വന്നിട്ട് വരിയിൽ വന്ന് നിന്നിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഇവിടുത്തെ ഒരു കാര്യം പറയട്ടെ. ഇവിടെ പൂര വഴക്കാണ് നടക്കുന്നത്. കാരണം ഇത് കർണാടകയും കേരളവും. ഈ കർണാടകക്കാരെ ആ നിൽക്കുന്ന ഒരു ഭാഗത്ത്, കേരളം ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട്. പൂര വഴക്കട്ടെ ഇവർ. അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ എന്തായാലും അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഭഗവാനെ വിളിച്ച് ഒരേ നിൽപ്പ്. അങ്ങനെ ആ ഒരു 7 മണിക്കൂർ ആ നിൽപ്പ് അവിടെ നിന്നിട്ടുണ്ട്. അങ്ങനെ ആ വരിക്കൊരു സമാധാനം കിട്ടിയിരിക്കുന്നത്, ഒരു ആശ്വാസം കിട്ടിയിരിക്കുന്നത് ഒരു 6:45 കേട്ടോ. അപ്പോൾ അവർ അവിടെ ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്താനുള്ള പെർമിഷൻ തന്നിട്ടുണ്ട്. അങ്ങനെ ഒരു പോക്ക് അങ്ങോട്ട് പോയിട്ടുണ്ട് എല്ലാവരും. ആ പാലത്തിൻ്റെ അവിടെ നിന്ന് താഴത്തേക്ക് പിടിച്ചു നിന്നില്ലെങ്കിൽ നേരെ നമ്മൾ വീഴുന്ന ഈ വെള്ളത്തിലേക്ക്, ഭഗവാന്റെ സന്നിധിയിലേക്കാവും. അപ്പം നമ്മുടെ ഉന്തും തിരക്കിൻ്റെ ഇടയിലേക്ക് നമ്മളിതാ കടന്നു വന്നിട്ടുണ്ട്. ഒന്നും കൂടിയും പാലത്തിൻ്റെ അവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങി വരണം. പിടിച്ചു നിന്നില്ലെങ്കിൽ നേരെ വന്നിട്ട് നമ്മൾ ഭഗവാന്റെ സന്നിധിയിൽ മൂക്കും കുത്തി വീഴും. അത്ര തിരക്കാണ്. ഇതര സംസ്ഥാനക്കാരുടെ ഉന്തം തിരക്കും കാരണം അവിടെ ഒരു സെക്കൻഡ് സമയം കേരളത്തിലുള്ളവർക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. പറയാതിരിക്കാൻ വയ്യ. എന്തായാലും വിഷമങ്ങളൊക്കെ മാറ്റിവെച്ച് ഭഗവാനോട് നമുക്ക് പറയേണ്ടതൊക്കെ പറയാനുള്ള സമയമൊക്കെ ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് എല്ലാ പ്രാർത്ഥനയും ചെയ്തതിന് ശേഷമാണ് പുറത്ത് കടന്നിരിക്കുന്നത്. ഭഗവാന്റെ 4 ഭാഗവും കലങ്ങിയ വെള്ളമാണെങ്കിൽ തെളിഞ്ഞ തെളിനീര് അപ്പുറത്തുനിന്ന് തീർത്ഥമായി തരുന്നുണ്ട്. അതും ഞങ്ങൾ സേവിച്ചതിന് ശേഷം മാത്രമാണ് കേട്ടോ ക്ഷേത്ര സന്നിധിയിൽ നമ്മൾ പോന്നിരിക്കുന്നത്. അപ്പോഴേക്കും തിരക്കാണ്. നമ്മൾ അത്ര നേരം നിന്ന് തിരക്കൊന്നും നല്ല തിരക്ക്. അങ്ങനെ ഈ വർഷം കൊട്ടിയൂർ കാണാനുള്ള ഭാഗ്യം ഉണ്ടായി. ഭഗവാന്റെ സന്നിധിയിൽ എത്താനുള്ള ഭാഗ്യം ഉണ്ടായിട്ടോ എനിക്ക്. നമ്മൾ എന്തായാലും ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഇറങ്ങുകയാണ് അവിടെ നിന്ന്. ഭഗവാനെ തൊഴുതിന് ശേഷം പിന്നെ തിരിഞ്ഞു നോക്കരുതെന്നാണ് ഐതിഹ്യം എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പം നമ്മൾ പ്രാർത്ഥനയും കാര്യങ്ങളും കഴിഞ്ഞിട്ട് നേരെ പോരുകയാണ്. കാലിൽ ചെരുപ്പില്ലാത്തതുകൊണ്ട് നല്ല കല്ല് കുത്തുന്നതിൻ്റെ ആ ഒരു രസമാണ് കേട്ടോ മുഖത്ത് കാണുന്നത്. കൊട്ടിയൂർ യാത്രയുടെ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടുവല്ലോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഞങ്ങൾ കൊട്ടിയൂരിൽ നിന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങി. അപ്പോൾ ബൈ. അടുത്ത വിശേഷമായി അടുത്ത ദിവസം വരാം.